أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുർആനിൽ അവൻ അവതരിപ്പിച്ചിട്ടുള്ള സൂറത്തുകളിൽ ഏറ്റവും മഹത്തരമായ സൂറത്ത് സൂറത്തുൽ ഫാത്തിഹയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഖുർആനിലെ 6000-ലധികം വരുന്ന ആയത്തുകളിൽ ഏറ്റവും മഹത്തരമായ ആയത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ആയത്തുൽ കുർസിയാണ് എന്നാണ്. ഖുർആനിലെ ആയത്തുകളിൽ ഏറ്റവും മഹത്തരമായ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഏറ്റവും മനോഹരമായി പരിചയപ്പെടുത്തുന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ 5ഓളം നാമങ്ങൾ ഉൾക്കൊള്ളുന്ന 26 സിഫത്തുകൾ, വിശേഷണങ്ങൾ ഉൾക്കൊള്ളുന്ന മഹത്തരമായ ആയത്താണ് ആയത്തുൽ കുർസി. ഈ ആയത്ത്, ഇതിന്റെ ഫളായിലുകൾ, അതിന്റെ ശ്രേഷ്ഠതകൾ പറയുന്ന ഹദീസുകൾ ധാരാളമായി വന്നിട്ടുണ്ട്. ആ ഹദീസുകളിൽ ചിലത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. അതിലൊന്ന് അൽ ഇമാം മുസ്ലിം ഇബ്നുൽ ഹജ്ജാജ് റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തിന്റെ സ്വഹീഹ് മുസ്ലിമിൽ ഉദ്ധരിച്ച ഹദീസാണ്. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹമാണ് ഈ ഹദീസ് ഉദ്ധരിച്ച സഹാബി. അദ്ദേഹം പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അബൽ മുൻദിർ അതദ്രി അയ്യു ആയത്തിൻ ഫീ കിതാബില്ലാഹി മഅക അഅദം. യാ അബൽ മുൻദിർ, ഹേ അബൂ മുൻദിറെ. അബൂ മുൻദിർ എന്നത് ഉബയ്യ് ഇബ്നു കഅബിന്റെ കുനിയത്താണ്. അതദ്രി അയ്യു ആയത്തിൻ ഫീ കിതാബില്ലാഹി മഅക അഅദം. നീ പഠിച്ചിട്ടുള്ള, നിന്റെ കയ്യിലുള്ള ഖുർആനിൽ ഏറ്റവും മഹത്തരമായ ആയത്ത് ഏതാണ് എന്ന് നിനക്കറിയുമോ? നീ പഠിച്ചിട്ടുള്ള ഖുർആനിൽ, ഉബയ്യ് ഇബ്നു കഅബ് ആകട്ടെ സഹാബികളിൽ ഖിറാഅത്ത് കൊണ്ട്, ഖുർആനിലുള്ള വിജ്ഞാനം കൊണ്ട് അറിയപ്പെട്ട സഹാബിയാണ്. അള്ളാഹുവിന്റെ ഖുർആനിൽ ഏറ്റവും വിവരമുണ്ട് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സഹാബിയാണ്.
ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹത്തോടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത്, യാ അബൽ മുൻദിർ അതദ്രി അയ്യു ആയത്തിൻ ഫീ കിതാബില്ലാഹി മഅക അഅദം, ഖുർആനിലെ ആയത്തുകളിൽ ഏറ്റവും മഹത്തരമായ ആയത്ത് ഏതാണ് എന്ന് നിനക്കറിയുമോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ലാഹു വ റസൂലുഹു അഅലം, അല്ലാഹുവിനും റസൂലിനുമാണ് ഏറ്റവും നന്നായി അറിയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ചോദ്യം ആവർത്തിച്ചു, യാ അബൽ മുൻദിർ അതദ്രി അയ്യു ആയത്തിൻ ഫീ കിതാബില്ലാഹി മഅക അഅദം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ചോദ്യം ആവർത്തിച്ചപ്പോൾ അദ്ദേഹം തന്റെ കയ്യിൽ താൻ പഠിച്ചിട്ടുള്ള വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ, ആ ആയത്തുകളിൽ ആശയം കൊണ്ട്, അതിന്റെ വൈപുല്യം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് അറിയിക്കുന്നത് എന്ന നിലക്ക് ഏറ്റവും മഹത്തരമായ ആയത്ത് ഏതാണ് എന്ന് അദ്ദേഹം തന്റെ ഇജ്തിഹാദിൽ നിന്ന്, തന്റെ പഠനത്തിൽ നിന്ന് അദ്ദേഹം ഒരു ആയത്തിനെ കുറിച്ച് അപ്രകാരം അഭിപ്രായം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ബഖറയിലെ 255-ാമത്തെ ആയത്തായ ആയത്തുൽ കുർസിയ എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. ഉബയ്യ് ഇബ്നു കഅബ് പറയുകയാണ്, ഫദറബ ഫീ സദ്രി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് എന്റെ ഹൃദയത്തിന്റെ മേൽ, എന്റെ നെഞ്ഞിന്റെ മേൽ കൈകൊണ്ടിങ്ങനെ തട്ടി. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, വല്ലാഹി, അല്ലാഹു സത്യം, ലിയഹ്ലികൽ ഇൽമു യാ അബൽ മുൻദിർ, ഹേ അബുൽ മുൻദിർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമിനെ, വിജ്ഞാനത്തെ, അറിവിനെ നിനക്ക് എളുപ്പമാക്കി നൽകട്ടെ. ഹന്ന എന്ന് പറഞ്ഞാൽ പ്രയാസമില്ലാതെ വരുന്ന ഒരു കാര്യത്തിന് സ്വാഗതം പറയുന്ന വാക്കാണ് ഹന്ന എന്ന വാക്ക്. ലിയഹ്ലികൽ ഇൽം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുആഅൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് പ്രയാസമില്ലാതെ, ബുദ്ധിമുട്ടില്ലാതെ അല്ലാഹുവിന്റെ ദീനിൽ വിജ്ഞാനം നേടാനുള്ള കഴിവ് നൽകട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉബയ്യ് ഇബ്നു കഅബിന് വേണ്ടി ദുആ ചെയ്തു. ഈ ആയത്തിൽ, ഈ ഹദീസിൽ വ്യക്തമായ തെളിവുണ്ട്. അല്ലാഹുവിന്റെ ഖുർആനിലെ ഏറ്റവും മഹത്തരമായ ആയത്ത് ആയത്തുൽ കുർസിയാണ്. ഏറ്റവും ആശയ സമ്പുഷ്ടമായ ആയത്ത് ആയത്തുൽ കുർസി. എന്തുകൊണ്ടാണ് അതിന് ഈ ശ്രദ്ധ ലഭിച്ചത്? ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞതായി കാണാം, ഖുർആനിലെ ആയത്തുകൾ, അവയിൽ പ്രത്യേകം ശ്രേഷ്ഠത നൽകപ്പെട്ട ആയത്തുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, അവയിൽ പ്രത്യേകം ശ്രേഷ്ഠത പറയപ്പെട്ട സൂറത്തുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അവയിലൊക്കെ നിനക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. ആ ആയത്തുകൾ, ആ സൂറത്തുകൾ അള്ളാഹുവിനെ കുറിച്ച് അറിയിക്കുന്നതായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് മനസ്സിലാക്കി നൽകുന്ന ആയത്തുകളായിരിക്കും. അറബിയിൽ പറയാറുള്ളത് പോലെ ശറഫുൽ ഇൽമി ബിശറഫിൽ മഅലൂം, ഏതൊരു കാര്യത്തെക്കുറിച്ചാണോ സംസാരിക്കുന്നത് ആ കാര്യത്തിനുള്ള ശ്രേഷ്ഠതയും പദവിയും ആ സംസാരത്തിനും ഉണ്ടായിരിക്കും. നീ അള്ളാഹുവിനെ കുറിച്ചാണോ സംസാരിക്കുന്നത്, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ സട്ടാവാണ്, അവനാണ് എല്ലാത്തിനേക്കാളും മഹത്വമുള്ളവൻ. അവനെ കുറിച്ചുള്ള സംസാരത്തിന് മറ്റ് സംസാരങ്ങൾക്കിടയിൽ നിന്ന് വലിയ പദവിയുണ്ട്. ഖുർആനിൽ അള്ളാഹുവിനെ കുറിച്ച് അറിയിക്കുന്ന ആയത്തുകളുണ്ട്, മതവിധികളെ കുറിച്ച് അറിയിക്കുന്ന ആയത്തുകളുണ്ട്, ചരിത്രത്തെക്കുറിച്ച് അറിയിക്കുന്ന ആയത്തുകളുണ്ട്. ഈ പറഞ്ഞവയിൽ ഏറ്റവും ശ്രേഷ്ഠത നിറഞ്ഞു നിൽക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് അറിയിക്കുന്ന ആയത്തുകൾക്കാണ്. അതുകൊണ്ട് നോക്കൂ നിങ്ങൾ, സൂറത്തുൽ ഫാത്തിഹ ഖുർആനിലെ ഏറ്റവും മഹത്തരമായ സൂറത്താണത്. സൂറത്തുൽ ഇഖ്ലാസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് വിശേഷിപ്പിച്ചത് സുലുസുൽ ഖുർആൻ എന്നാണ്, ഖുർആനിന്റെ 1/3 എന്നാണ്. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, അല്ലാഹുവിന്റെ വഹ്ദാനിയത്ത്, അവൻ മാത്രമാണ് ഇബാദത്തിന് അർഹൻ എന്ന കാര്യം വ്യക്തമാക്കുന്ന സൂറത്താണത്. സൂറത്തുൻ നാസും സൂറത്തുൽ ഫലഖും അല്ലാഹുവാണ് റബ്ബുന്നാസ്, അവനാണ് മലിക്കുന്നാസ്, അവനാണ് ഇലാഹുന്നാസ്, അവനാണ് റബ്ബുൽ ഖലഖ്, റബ്ബുൽ ഫലഖ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കുന്ന, അള്ളാഹുവിന്റെ റുബൂബിയത്തിനെ കുറിച്ച് അറിയിക്കുന്ന സൂറത്തുകളാണ് ഈ സൂറത്തുകൾ. ഇങ്ങനെ സൂറത്തുൽ ബഖറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് അനേകം ശ്രേഷ്ഠതകളുള്ളതായി പറഞ്ഞിട്ടുണ്ട്. ആ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള വിശദീകരണങ്ങൾ അനേകം ആയത്തുകളിൽ നിറഞ്ഞു നിൽക്കുന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം
അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിന്റെ വിധിവിലക്കുകളും ചരിത്രവും സൂറത്തുൽ ബഖറയിൽ ഉൾക്കൊണ്ടിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഒരു ആയത്തിന് കൂടുതൽ ശ്രദ്ധതയുണ്ട് എന്ന് പറയുന്നത് ആ ആയത്തിലുള്ള ആശയത്തിന്റെ ഗാംഭീര്യം, അതിന്റെ മഹത്വം പരിഗണിച്ചുകൊണ്ട്. മാത്രമല്ല ആ ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് അറിയിക്കുന്നു എന്നതോടൊപ്പം ആ ആയത്തുകളുടെ പാരായണത്തിന് മറ്റ് ആയത്തുകളെക്കാൾ ശ്രദ്ധതയുണ്ട്. ആരും ഒരിക്കലും മനസ്സിലാക്കരുത് അല്ലാഹുവിന്റെ ഖുർആനിലെ ആയത്തുകൾ, ചില ആയത്തുകൾ മറ്റു ചിലതിനേക്കാൾ നല്ലതാണ്, ചില ആയത്തുകൾ മറ്റു ചിലതിനേക്കാൾ താഴെയാണ് എന്ന് വിചാരിക്കരുത്. അല്ലാഹുവിന്റെ സംസാരം, അല്ലാഹുവിന്റെ കലിമത്തുകൾ പരിപൂർണമായി ഏറ്റവും ഉത്തമമാണ്. അതിലേതെങ്കിലും ഒന്ന് കൂടുതൽ നല്ലതോ കൂടുതൽ കുറഞ്ഞു നല്ലതോ ആയിരിക്കുന്നില്ല. എല്ലാ ആയത്തുകളും ഒരുപോലെ നല്ലതാണ്. പക്ഷേ ആ ആയത്തുകളുടെ പാരായണത്തിനുള്ള പ്രതിഫലം അതിൽ വ്യത്യാസമുണ്ട്. അത് അല്ലാഹു നിശ്ചയിച്ചതാണ്. അതുപോലെ ആ ആയത്തുകൾ അവ അറിയിക്കുന്നത് അല്ലാഹുവിനെ കുറിച്ചാണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ആ ആയത്തുകളുടെ മഹത്വത്തിൽ വ്യത്യാസമുണ്ടാകും. അതല്ലാതെ അല്ലാഹുവിന്റെ ആയത്തുകൾ ഒരിക്കലും ഒരു ആയത്ത് മറ്റൊരു ആയത്തിനേക്കാൾ കൂടുതൽ നല്ലത് എന്ന് പറയേണ്ടതില്ല. കാരണം അല്ലാഹുവിന്റെ എല്ലാ വിശേഷണങ്ങളും പരിപൂർണമായി നന്മയുള്ളതാണ്. വതമ്മത് കലിമതു റബ്ബിക സിദ്ഖൻ വഅദ്ല, നിന്റെ റബ്ബിന്റെ കലിമത്തുകളെല്ലാം പരിപൂർണമായും സത്യമാണ്, പരിപൂർണമായും നീതിയുള്ളതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആനിലെ ആയത്തുകളിൽ ഏറ്റവും മഹത്തരമായ ആയത്ത് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആയത്താണ് ആയത്തുൽ കുർസി. ഈ ആയത്തിന് വേറെയും ശ്രദ്ധകൾ പറയപ്പെട്ടിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് അബൂ ഉമാമത്തുൽ ബാഹുലി. അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞു, ഇന്ന ഇസ്മല്ലാഹി തആല അൽ-അഅ്ദം ലഫീ സലാസി സൂവറിൻ മിനൽ ഖുർആൻ. അല്ലാഹുവിന്റെ ഇസ്മുല്ലാഹിൽ അഅ്ദം, ഏറ്റവും മഹത്തരമായ നാമം. എന്താണ് നാമത്തിന്റെ പ്രത്യേകത? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ദുഇയ ബിഹി അജാബ് വഇദാ സുഇല ബിഹി അഅതാ. ഇസ്മുല്ലാഹിൽ അഅ്ദം ഏറ്റവും മഹത്തരമായ നാമം. ആ നാമം മുൻനിർത്തിക്കൊണ്ട് അല്ലാഹുവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇദാ സുഇല ബിഹി അഅതാ, അവനോട് അത് മുൻനിർത്തിക്കൊണ്ട് ചോദിച്ചാൽ അവൻ അത് നൽകും. വഇദാ ദുഇയ ബിഹി അജാബ്, ആ നാമങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അവൻ അതിന് ഉത്തരം നൽകും. അങ്ങനെയുള്ള ഇസ്മുല്ലാഹിൽ അഅ്ദം, അല്ലാഹുവിന്റെ ഏറ്റവും അതിമഹത്തരമായ നാമം, ലഫീ സലാസി സൂവറിൻ മിനൽ ഖുർആൻ, ഖുർആനിന്റെ 3 സൂറത്തുകളിലാണ് അതുള്ളത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫീ സൂറത്തുൽ ബഖറ വആലി ഇംറാൻ വതാഹ. സൂറത്തുൽ ബഖറയിലും ആലി ഇംറാനിലും താഹ സൂറത്തിലുമാണത്. ഈ സഹാബി പറയുകയാണ്, അബൂ ഉമാമത്തുൽ ബാഹിലി, അദ്ദേഹം പറയുകയാണ്, ഇത് റസൂലുള്ളാഹിയുടെ വാക്കല്ല, ശേഷം വരുന്നത്. സഹാബി പറയുകയാണ്, ഫൽതമസ്തുഹ, ഞാൻ അത് അന്വേഷിച്ചു. ഫവജദ്തു ഫീ സൂറത്തുൽ ബഖറത്തി ആയത്തുൽ കുർസി, സൂറത്തുൽ ബഖറയിൽ അല്ലാഹുവിന്റെ അതിമഹത്തരമായ നാമം ഉൾക്കൊള്ളുന്നത് ആയത്തുൽ കുർസിയിലാണ് എന്ന് എനിക്ക് മനസ്സിലായി. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. സൂറത്തു ആലി ഇംറാനിൽ അതിന്റെ 2ാമത്തെ ആയത്തിലാണ് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. സൂറത്തു ത്വാഹയിൽ വഅനതിൽ വുജൂഹു ലിൽ ഹയ്യിൽ ഖയ്യൂം. ഈ 3 ആയത്തുകളിലാണ് അല്ലാഹുവിന്റെ ഇസ്മുല്ലാഹിൽ അഅ്ദം, അതായത് അൽ ഹയ്യു അൽ ഖയ്യൂം എന്നീ 2 നാമങ്ങൾ ഉള്ളത് എന്ന് ഈ സഹാബി പറയുകയാണ്, അബൂ ഉമാമ അൽ ബാഹിലി. അത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ സഹാബികളിൽ ചില ആളുകൾക്കുണ്ട്. എന്തായാലും സഹാബികളിൽ ചിലർ പറഞ്ഞത് അല്ലാഹുവിന്റെ ഇസ്മുല്ലാഹിൽ അഅ്ദം അൽ ഹയ്യുൽ ഖയ്യൂം അത് ഉൾക്കൊണ്ടിരിക്കുന്ന ആയത്താണ് ആയത്തുൽ കുർസി എന്ന് സഹാബികളിൽ ചിലർക്ക് അഭിപ്രായമുണ്ട് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല അബൂ ഉമാമത്തുൽ ബാഹിലി അദ്ദേഹം തന്നെ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, മൻ ഖറഅ ആയത്തുൽ കുർസി ഫീ ദുബരി കുല്ലി സ്വലാത്തിൻ ലം യഹുൽ ബൈനഹു വബൈന ദുഖൂലിൽ ജന്നതി ഇല്ലൽ മൗത്ത്. ആരെങ്കിലും മൻ ഖറഅ ആയത്തുൽ കുർസി,
ആരെങ്കിലും ആയത്തുൽ കുർസി പാരായണം ചെയ്യുകയാണ് എല്ലാ നിസ്കാരങ്ങൾക്കും ശേഷം, ചില റിവായത്തുകളിൽ കാണാം കുല്ലു സ്വലവാത്തിൽ മക്തൂബ, നിർബന്ധമായ നിസ്കാരങ്ങൾക്ക് ശേഷം ആയത്തുൽ കുർസി ആരെങ്കിലും പാരായണം ചെയ്യുന്നുണ്ടെങ്കിൽ ലം യഹുൽ ബൈനഹു വബൈന ദുഖൂലിൽ ജന്നതി ഇല്ലൽ മൗത്ത്, അവനും സ്വർഗത്തിനുമിടയിൽ മറയായിരിക്കുന്നത്, തടസ്സമായി നിൽക്കുന്നത് മരണമല്ലാതെ മറ്റൊരു കാര്യവുമല്ല. വേറെ ഒന്നും സ്വർഗപ്രവേശനത്തിനും അവനുമിടയിൽ തടസ്സമായില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, ഈ ആയത്തിന്റെ ശ്രദ്ധയാണത്. നിസ്കാരങ്ങൾക്ക് ശേഷം ആയത്തുൽ കുർസിയുടെ പാരായണമുണ്ടെങ്കിൽ അതർത്ഥമറിഞ്ഞ് അതിന്റെ ആശയത്തെക്കുറിച്ച് ചിന്തിച്ച് മനസ്സിലാക്കിക്കൊണ്ടാണ് പാരായണം ചെയ്യുന്നതെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ലം യഹുൽ ബൈനഹു വബൈന ദുഖൂലിൽ ജന്ന ഇല്ലൽ മൗത്ത്, അവനും സ്വർഗപ്രവേശനത്തിനുമിടയിൽ തടസ്സമായി നിൽക്കുന്നത് മരണമല്ലാതെ മറ്റൊന്നുമല്ല, വേറെയൊന്നുമില്ല. മരിച്ചു കഴിഞ്ഞാൽ അവൻ നേരെ സ്വർഗത്തിലേക്കാണ് ഇൻഷാ അല്ലാഹു തആല. അപ്പോൾ ഈ ആയത്തിന്റെ ശ്രദ്ധ ഈ പറഞ്ഞതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഏതൊരു കാര്യത്തിലും സൂറത്തുൽ ഫാത്തിഹയുടെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ കേവലം നാവുകൊണ്ട് അത് ഉച്ചരിക്കുക എന്നതല്ല ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. മറിച്ച് അതിന്റെ ആശയത്തെക്കുറിച്ച് ചിന്തിച്ചും മനസ്സിലാക്കിയും അതുപോലെ തന്നെ ആ കാര്യങ്ങൾ, പറയപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ടും ആര് മുന്നോട്ടു പോകുന്നുവോ അവർക്കാണ് ഇത് ഉപകാരപ്പെടുക. അതല്ലെങ്കിൽ ഇമാമുൽ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞതുപോലെ ഇന്നമാ ഉൻസിലൽ ഖുർആനു ലിയുഅമല ബിഹി വലിയുദബ്ബറ ഫീഹി, ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിട്ടുള്ളത് അത് പ്രാവർത്തികമാക്കുന്നതിനും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിനും വേണ്ടിയാണ്. വലാകിൻ الناس اتخذ قراءته عملا, എന്നാൽ ഇക്കാലഘട്ടത്തിൽ ജനങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുക എന്നത് മാത്രം ഒരു പ്രവർത്തനമാക്കി സ്വീകരിച്ചിരിക്കുന്നു. അല്ലാഹു ഇറക്കിയത് അതുകൊണ്ട് പ്രവർത്തിക്കാനും അതനുസരിച്ച് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിനും വേണ്ടിയാണ്. ഖുർആനിനെ അല്ലാഹു ഇറക്കിയത് അതിനെക്കുറിച്ച് ചിന്തിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും വേണ്ടിയാണ്. എന്നാൽ ജനങ്ങൾ അത് പാരായണം ചെയ്യുക എന്നതൊരു അമലാക്കി മാറ്റിയിരിക്കുന്നു, അതൊരു പ്രവൃത്തിയാക്കിയിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല കേവലം നാവ് കൊണ്ട് അത് പാരായണം ചെയ്യുന്നതിനു വേണ്ടി മാത്രമല്ല ഖുർആൻ അവതരിപ്പിച്ചത്, മറിച്ച് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും വേണ്ടിയാണ്. ആ കാര്യം ആയത്തുൽ കുർസിക്ക് മറ്റേത് ആയത്തുകളെ പോലെയും ബാധകമാണ്, അല്ല കൂടുതൽ ബാധകമാണ്. കാരണം ഈ ആയത്ത് നിന്റെ റബ്ബിനെ കുറിച്ച് നിനക്ക് അറിയിച്ചു നൽകുന്ന ആയത്തുകളാണ്. വല്ലാഹു സുബ്ഹാനഹു വ തആല ഹുവൽ മുവഫ്ഫിഖ്. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് وعلى آله وصحبه ومن والاه إلى يوم نلقاه أما بعد. الإمام البخاري رحمه الله تعالى അദ്ദേഹത്തിന്റെ സഹീഹിൽ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് പ്രകാരം ഉദ്ധരിച്ചു. അബൂ ഹുറൈറ പറയുന്നു, വക്കലനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹിഫ്ളി സകാത്ത് റമദാൻ, റമദാൻ മാസത്തിൽ ലഭിച്ച സകാത്തിന്റെ മുതൽ, സകാത്തിന്റെ സമ്പാദ്യം അത് സൂക്ഷിക്കുന്നതിന് വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ ഏൽപ്പിച്ചു. ഫഅതാനി ആതിൻ, അപ്പോൾ ഒരാൾ, ഞാൻ അതിന് കാവലിരിക്കുന്ന സന്ദർഭത്തിൽ ആ സകാത്തിന്റെ മുതലിന്റെ അടുക്കലേക്ക് വന്നു. ഫജഅല യഹ്ദു മിന അത്ത്വാം, എന്നിട്ട് അവൻ ആ സകാത്തിന്റെ വിഭവങ്ങളിൽ, അതിന് കൂട്ടിയിട്ടുള്ള ഭക്ഷണങ്ങളിൽ അവൻ അവന്റെ കൈകൊണ്ട് പരതി അതിൽ നിന്ന് എടുക്കാൻ തുടങ്ങി. ഫഅഖൽതുഹു, അപ്പോൾ ഞാൻ അവനെ പിടിച്ചു. വഖുൽതു വല്ലാഹി ലഅർഫഅന്നക ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ പറഞ്ഞു അല്ലാഹു സത്യം, നിന്നെ ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ കൊണ്ടുപോകും. ഖാൽ, അപ്പോൾ അവൻ പറഞ്ഞു, ഇന്നി മുഹ്താജുൻ വഅലയ്യ ഇയാലുൻ വലി ഹാജത്തുൻ ശദീദ. അയാൾ പറഞ്ഞു, ഇന്നി മുഹ്താജ്, എനിക്ക് സമ്പാദ്യം ആവശ്യമുള്ള മനുഷ്യനാണ് ഞാൻ. വഅലയ്യ ഇയാൽ, എന്റെ മേൽ അനേകം കുടുംബങ്ങളുണ്ട്, ഞാൻ ചെലവിന് കൊടുക്കേണ്ട വലിയൊരു വിഭാഗം ആളുകൾ എന്റെ വീട്ടിലുണ്ട്. വലിയ ഹാജത്തുൻ ഷദീദ, എനിക്ക് വലിയ വളരെ ശക്തമായ പ്രയാസം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഞാൻ മോഷ്ടിക്കുന്നത് എന്ന് അയാൾ പറഞ്ഞു. അപ്പോൾ അബൂ ഹുറൈറ പറയുകയാണ്, ഫഖല്ലൈതു സബീലഹു ഔ ഫഖല്ലൈതു അൻഹു, ഞാൻ അവനെ വെറുതെ വിട്ടു. ഫഅസ്ബഹ്,
അങ്ങനെ രാവിലെയായപ്പോൾ فقال النبي صلى الله عليه وسلم رسول الله صلى الله عليه وسلم എന്നോട് ചോദിച്ചു يا أبا هريرة ما فعل أسيرك البارحة ഹേ അബൂ ഹുറൈറ രാത്രിയിലെ നിന്റെ തടവുകാരൻ അവനെ നീ എന്ത് ചെയ്തു അല്ലെങ്കിൽ രാത്രിയിലെ നിന്റെ തടവുകാരൻ അവൻ എന്ത് ചെയ്തു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ അങ്ങോട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുൻപ് എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു യാ റസൂലല്ലാഹ് ശകാ ഹാജതൻ ശദീദൻ വഅയാലൻ ഫറഹിംതുഹു ഫഖല്ലൈതു സബീലഹു. അല്ലാഹുവിന്റെ റസൂലേ, അവൻ കുറെ പ്രയാസങ്ങൾ പറഞ്ഞു, അവന്റെ കുടുംബത്തിലെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞു, അപ്പോൾ ഞാൻ അവനെ വെറുതെ വിട്ടു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അമാ ഇന്നഹു ഖദ് കദബക ഫസയഊദ്. അബൂ ഹുറൈറ, അവൻ നിന്നോട് പറഞ്ഞത് കളവൻ. ഫഇന്നഹു സയഊദ്, അവൻ തിരിച്ചു വരും. ഫഅറഫ്തു അന്നഹു സയഊദ്. അബൂ ഹുറൈറ പറയുന്നു, എനിക്ക് മനസ്സിലായി അവൻ തിരിച്ചു വരുമെന്ന കാര്യം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്രകാരം പറഞ്ഞിട്ടുണ്ട്. ഫറസത്തുഹു, അപ്പോൾ ഞാൻ അവനെ കാത്തിരുന്നു, അവനു വേണ്ടി ഞാൻ കണ്ണു തുറന്നു പിടിച്ച് കാവലിരുന്നു. ഫജാഅ യഹ്തു മിന അത്അം, അങ്ങനെ അവൻ വന്ന് ഭക്ഷണത്തിൽ കൈയിട്ടു. ഞാൻ അവനെ പിടികൂടി. അവനോട് ഞാൻ പറഞ്ഞു വല്ലാഹി ലാ അർഫഅന്നക ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അവൻ പറഞ്ഞു ഇന്നലി ഹാജ വഅലയ്യ അയാൽ വലിയ ഹാജത്തുൻ ശദീദ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞു. അങ്ങനെ അബൂ ഹുറൈറ വീണ്ടും അവനെ വെറുതെ വിട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെയായപ്പോൾ ചോദിച്ചു യാ അബാ ഹുറൈറ മാ ഫഅല അസീറുക അൽബാരിഹ. അപ്പോൾ അബൂ ഹുറൈറ തൊട്ടു മുന്ന ദിവസം പറഞ്ഞ അതേ ഉത്തരം തന്നെ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അമാ ഇന്നഹു ഖദ് കദബക ഫസയഊദ്. അവൻ പറഞ്ഞത് കളവൻ, അവൻ തിരിച്ചു വരും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മൂന്നാമത്തെ ദിവസവും കാത്തിരുന്നു. അവനെ പിടികൂടി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ലഅർഫഅന്നക ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ നിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ കൊണ്ടുപോകുക തന്നെ ചെയ്യും. വഹാദാ ആഖിറു സലാസി മർറാത്ത്. ഇത് മൂന്നാമത്തെ തവണയാണ്, ഇത് അവസാനത്തെ തവണയുമാണ്. അന്നക തസ്ഉമു ലാ തഊദു സുമ്മ തഊദ്. നീ ഓരോ തവണയും പറയും നീ തിരിച്ചു വരില്ല എന്ന്, പിന്നെയും നീ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇനി നിന്നെ ഞാൻ വെറുതെ വിടുകയില്ല എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു ദഅനി ഉഅല്ലിമുക കലിമാത്തിൻ യൻഫഉക അല്ലാഹു ബിഹാ. എന്നെ നീ വെറുതെ വിട്ടു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ അടുക്കൽ നിനക്ക് ഉപകാരപ്പെടുന്ന ചില കാര്യങ്ങൾ ഞാൻ നിനക്ക് പറഞ്ഞു തരാം. അള്ളാഹുവിന്റെ അടുക്കൽ നിനക്ക് ഉപകാരപ്പെടുന്ന ചില വാക്കുകൾ ഞാൻ നിനക്ക് പഠിപ്പിച്ചു നൽകാം. ചില റിവായത്തുകളിൽ കാണാം സഹാബികൾ അവർ ഖൈറിനോട് അങ്ങേയറ്റത്തെ താല്പര്യമുള്ളവരായിരുന്നു, നന്മയോട് അങ്ങേയറ്റത്തെ താല്പര്യമുള്ളവരായിരുന്നു. അപ്പോൾ അബൂ ഹുറൈറ പറഞ്ഞു മാ ഹുവ, അതെന്റെ. അപ്പോൾ ഇയാൾ പറഞ്ഞു കൊടുത്തു ഇദാ അവൈത ഇലാ ഫിറാശിക്, നീ നിന്റെ വിരിപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ഫഖറ ആയത്തുൽ കുർസി, നീ ആയത്തുൽ കുർസി പാരായണം ചെയ്യുക. ഹത്താ തഖ്തിമൽ ആയ, ആയത്ത് നീ പൂർണ്ണമായി അവസാനം വരെ, ആദ്യം മുതൽ അവസാനം വരെ ഓതുക. فإنك لن يزال عليك من الله حافظ. അങ്ങനെ നീ രാത്രി വിരിപ്പിൽ കിടക്കുന്നതിന് മുൻപ് ഓതിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നിന്ന് ഒരു സംരക്ഷകൻ അല്ലാഹു നിനക്ക് ആ സമയം മുതൽ നിശ്ചയിക്കും. ولا يقربنك شيطان حتى تصبح, രാവിലെയാകുന്നതുവരെ ശൈത്താൻ നിന്റെ അടുക്കലേക്ക് വരികയില്ല. ഇത് കേട്ടപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഈ മനുഷ്യനെ വെറുതെ വിട്ടു. അങ്ങനെ രാവിലെയായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു മാ ഫഅല അസീറുക അൽബാരിഹ, എന്താണ് നിന്റെ തടവുകാരന്റെ വിശേഷം? അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറഞ്ഞു അല്ലാഹുവിന്റെ റസൂലേ زعم أنه يعلمني كلمات ينفعني الله به. എനിക്ക് ചില വാക്കുകൾ അല്ലാഹുവിന്റെ അടുക്കൽ ഉപകാരപ്പെടുന്ന ചില കാര്യങ്ങൾ പഠിപ്പിച്ചു നൽകാമെന്ന് അയാൾ പറഞ്ഞു. അപ്പോൾ ഞാൻ അയാളെ വെറുതെ വിട്ടു. എന്താണ് അവൻ പറഞ്ഞത്? അപ്പോൾ അദ്ദേഹം ഈ വ്യക്തി അബൂ ഹുറൈറക്ക് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ ആവർത്തിച്ചു പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, അനാ ഇന്നഹു ഖദ് സദഖക, എന്നാൽ ഇന്ന് അല്ലെങ്കിൽ ഇന്നലെ അവൻ നിന്നോട് പറഞ്ഞത് സത്യമാണ്. വഹുവ കദൂബ്, അവൻ അങ്ങേറ്റം കളവ് പറയുന്നവനാണ്. കദൂബ് എന്ന അറബിയിൽ പറയുക നന്നായി അങ്ങേറ്റം കളവ് പറയുന്ന ആൾക്കാർ. കദൂബ് ഫഊൽ എന്ന രൂപത്തിലാണ് ആ വാക്ക് വന്നിട്ടുള്ളത്. തഅലം മൻ തുഖാതിബു മുൻദു 3 ലയാലി യാ അബൂ ഹുറൈറ, 3 ദിവസമായി നീ ആരോടാണ് സംസാരിക്കുന്നത് എന്ന് നിനക്കറിയുമോ അബൂ ഹുറൈറ? അപ്പോൾ അദ്ദേഹം പറഞ്ഞില്ല, എനിക്കറിയില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ذاك شيطان, അത് ശൈത്താനായിരുന്നു. നിന്റെ അടുക്കൽ വന്ന് സംസാരിച്ചത് ശൈത്താനായിരുന്നു. ജിന്ന് മനുഷ്യരൂപത്തിൽ രൂപം മാറിക്കൊണ്ട് നിന്റെ അടുക്കൽ വന്ന് സംസാരിക്കുകയായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന് പറഞ്ഞു കൊടുത്തു. ഈ ഹദീസിൽ അനേകം പാഠങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് ഒരു മനുഷ്യനെ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ കാര്യം ഏറ്റെടുത്തയാൾക്ക് ആ വിഷയത്തിൽ അനുവദനീയമായ രൂപത്തിൽ കൈകടത്തൽ നടത്താം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മോഷ്ടിക്കാൻ വന്ന വ്യക്തിയെ വെറുതെ വിട്ടത് അതിനുള്ള തെളിവാണ്. അയാൾ ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ കാര്യത്തിൽ അയാൾക്ക് വ്യക്തമായ സ്വാതന്ത്ര്യം നൽകി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ശറഇൽ അനുവദിച്ച കാര്യങ്ങൾ അയാൾക്ക് ആ ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങളിൽ നടപ്പാക്കാൻ അനുവാദമുണ്ട് എന്നതിന് ഹദീസ് തെളിവാണ്. അതുപോലെ തന്നെ സഹാബികൾ അവർക്ക് ഇൽമിനോടുണ്ടായിരുന്ന താല്പര്യം അതിന് ഈ ഹദീസ് തെളിവാണ്. കാരണം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇൽമു പഠിപ്പിച്ചു നൽകാമെന്ന് പറഞ്ഞപ്പോൾ ഈ മനുഷ്യനെ വെറുതെ വിടാൻ തയ്യാറായി. ഇൽമിന് പകരമായിക്കൊണ്ട് ചില റിവായത്തുകളിൽ കാണാം ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം തന്റെ സ്വന്തം സ്വത്തിൽ നിന്ന്, ഇത് സക്കാത്തിന്റെ സ്വത്തൻ, തന്റെ സ്വന്തം സ്വത്തിൽ നിന്ന് ഇത്രയും ദിവസം മോഷ്ടിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയെ പിടികൂടിയപ്പോൾ ഇപ്രകാരം ആയത്തുൽ കുർസിയുടെ ആമന റസൂലുവിന്റെ ഫദ്ല് അതിന്റെ ശ്രേഷ്ഠത പറഞ്ഞു കൊടുത്തപ്പോൾ തന്റെ സ്വന്തം സ്വത്തിൽ നിന്ന് മോഷ്ടിച്ചവനെ വെറുതെ വിട്ടതായി ഉബയ്യ് ഇബ്നു കഅബിന്റെ ഹദീസിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഹദീസ്, ഈ സംഭവം ഇപ്രകാരം ജിന്നുകൾ മനുഷ്യരൂപത്തിൽ വന്ന് മോഷ്ടിക്കുക എന്ന സംഭവം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഏതാണ്ട് 7ഓളം സ്വഹാബികൾ അവർക്ക് സംഭവിച്ചതായി പല റിവായത്തുകളിൽ കാണാൻ സാധിക്കും. അബൂ ഹുറൈറയ്ക്ക് അത് സംഭവിച്ചിട്ടുണ്ട്, ഉബയ്യ് ഇബ്നു കഅബിന് സംഭവിച്ചിട്ടുണ്ട്, മുആദ് ഇബ്നു ജബലിന് സംഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെ മറ്റു ചില സ്വഹാബികൾക്കും ഇതുപോലുള്ള സമാനമായ അനുഭവങ്ങൾ ഉണ്ടായതായി മറ്റു ചില റിവായത്തുകളിൽ നിന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ജിന്നിന് മനുഷ്യരൂപം സ്വീകരിക്കാനുള്ള കഴിവുണ്ട് എന്നതിന് ഈ ഹദീസ് തെളിവാണ്. ഈ ഹദീസാകട്ടെ അൽ-ഇമാമുൽ ബുഖാരി റഹിമഹുല്ലാഹു തആല അദ്ദേഹം തന്റെ സ്വഹീഹിൽ ഉദ്ധരിച്ച ഹദീസാണ്. മാത്രമല്ല ഇതിന് സമാനമായ സംഭവങ്ങൾ ഇബ്നു മാജയും തിർമിദിയും അതുപോലെ തന്നെ ഇമാം ഹാക്കിമും ഒക്കെ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിച്ചതായി കാണാൻ സാധിക്കും. ഈ കാര്യം ജിന്നുകൾക്ക് മനുഷ്യരൂപത്തിൽ രൂപം മാറി വരാൻ സാധിക്കുമെന്നത് അനേകം ഹദീസുകൾ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ അങ്ങേയറ്റം കളവ് പറയുന്ന ആളുകൾ ചിലപ്പോൾ ചില സന്ദർഭത്തിൽ ചിലപ്പോൾ സത്യം പറയാൻ സാധ്യതയുണ്ട് എന്നതിന് ഈ ഹദീസ് തെളിവാണ്. ഖുർആനിലും അതിന് ഷവാഹിദുകൾ, അതിനെ ബലപ്പെടുത്തുന്ന തെളിവുകൾ ചിലത് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് ശൈത്താൻ, പിശാച് ഇബ്ലീസ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തർക്കിക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ ഖദറിനെ, അല്ലാഹുവിന്റെ വിധിയെ അംഗീകരിച്ചതായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ ഇസ്സത്ത് കൊണ്ട് സത്യം ചെയ്തു പറഞ്ഞതായി കാണാൻ സാധിക്കും. വബിഇസ്സതിക, അല്ലാഹുവേ നിന്റെ ഇസ്സത്ത് കൊണ്ട് തന്നെ സത്യം. ആ പറഞ്ഞത് ശരിയാണ്. അല്ലാഹുവിന്റെ ഇസ്സത്ത് കൊണ്ട് സത്യം ചെയ്യുക എന്നത് ശരിയാണ്. ഇങ്ങനെ ചില കാര്യങ്ങൾ അങ്ങേയറ്റത്തെ കള്ളന്മാരും ചില സന്ദർഭത്തിൽ സത്യം പറയുമെന്നതിന് ഈ ഹദീസ് തെളിവാണ്. അതുപോലെ തന്നെ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടത് ആയത്തുൽ കുർസി, അത് രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സന്ദർഭത്തിൽ പാരായണം ചെയ്തു കഴിഞ്ഞാൽ രാവിലെയാകുന്നതുവരെ പിശാച്
അവനെ ഉപദ്രവിക്കുകയില്ല എന്നതിന് ഈ ഹദീസ് തെളിവാണ്. ചില ആളുകൾ നിരന്തരമായി മോശം സ്വപ്നങ്ങൾ കാണുന്ന ആളുകളുണ്ട്, ചീത്ത സ്വപ്നങ്ങൾ കാണുന്ന ആളുകളുണ്ട്. അവർക്ക് ഈ സുന്നത്ത് ഉപകാരപ്രദമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നല്ല സ്വപ്നങ്ങൾ അർറുയ സാലിഹ മിൻ അല്ലാഹ്, നല്ല സ്വപ്നങ്ങൾ അല്ലാഹുവിൽ നിന്നാണ്. എന്നാൽ ചീത്ത സ്വപ്നങ്ങൾ അത് ശൈത്താനിൽ നിന്നാണ്. എന്നാൽ ചില സ്വപ്നങ്ങളാകട്ടെ അത് മനുഷ്യന്റെ ആഗ്രഹങ്ങളിൽ നിന്നാണ്. പല ആഗ്രഹങ്ങൾ മനുഷ്യനുണ്ടാക്കും. വലിയ വലിയ വീട് കെട്ടാനും, വലിയ സമ്പാദ്യമുള്ളവനാകാനും, വലിയ കാറിൽ പോകാൻ, എങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ മനുഷ്യനുണ്ടാകും. അവന്റെ മനസ്സിൽ അള്ളിപ്പിടിച്ച ആഗ്രഹങ്ങൾ അത് ചിലപ്പോൾ സ്വപ്നങ്ങളായി വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചില സന്ദർഭത്തിൽ നല്ല സ്വപ്നങ്ങൾ, നല്ല കാര്യങ്ങൾ, ദീനുമായി ബന്ധപ്പെട്ട നല്ല കാര്യങ്ങൾ കാണാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചില സന്ദർഭത്തിൽ ചീത്ത സ്വപ്നങ്ങൾ കാണാൻ സാധ്യതയുണ്ട്. ഒരിക്കൽ ഒരു അറാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ, ഞാൻ സ്വപ്നത്തിൽ എന്റെ തല അത് എന്റെ ഉടലിൽ നിന്ന് അറുത്തുമാറ്റപ്പെട്ടതായും ആ തല ഇങ്ങനെ എന്റെ മുന്നിൽ ഉരുണ്ടുപോകുന്നതായും ഞാൻ കണ്ടു. എന്നിട്ട് ഞാൻ തലയില്ലാതെ എന്റെ ഉടൽ മാത്രമായി അതിന് പിന്നിൽ ഇങ്ങനെ ഓടിപ്പോകുന്നതായി ഞാൻ കണ്ടു. അപ്പോൾ എന്താണ് അതിന്റെ അർത്ഥമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ഒരു അറാബി വന്ന് പറഞ്ഞു. അപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, അത് ശൈത്താനിനെ കളിപ്പിക്കുന്നത്. അങ്ങനെ നീ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ നീ കിടന്ന ഭാഗത്ത് നിന്ന് തിരിഞ്ഞു കിടക്കുകയും അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറയുകയും 3 തവണ ചെറുതായി ഇടതുഭാഗത്തേക്ക് തുപ്പുകയും ചെയ്യുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഹദീസിൽ പറഞ്ഞു കൊടുത്തതായി കാണാൻ സാധിക്കും. അപ്പോൾ ചീത്ത സ്വപ്നങ്ങൾ തുടർച്ചയായി കാണുന്ന ആളുകളുണ്ട്. അത് ശൈത്താനിൽ നിന്ന്, അത് നിന്നെ ബാധിക്കാതിരിക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ രാത്രി കിടക്കുന്ന സന്ദർഭത്തിൽ ആയത്തുൽ കുർസി പാരായണം ചെയ്യുക. ആയത്തുൽ കുർസിന്റെ ശ്രേഷ്ഠത അനേകമാണ്. അതിന്റെ ആശയപരമായ വൈപുല്യം വലുതാണ്. ഇൻഷാ അല്ലാഹ് അതിൽ ചില കാര്യങ്ങൾ അടുത്ത ആഴ്ചകളിലായി വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടുക്കൽ നിന്നാണ് തൗഫീഖുള്ളത്. സഹോദരങ്ങളെ, ആയത്തുൽ കുർസി, ഈ ആയത്തിൽ അനേകം അത്ഭുതങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് ആയത്തുൽ കുർസിയിൽ 10 വാചകങ്ങളാണ് ഉള്ളത്, 10 സെന്റൻസുകൾ. ആ ആയത്ത് ശരിക്കൊരാൾ ശ്രദ്ധയോടുകൂടി പാരായണം ചെയ്യുകയാണെങ്കിൽ 10 സെന്റൻസുകളാണ് ആ ആയത്തുകളിലുള്ളത്. അത് ഇപ്രകാരമാണ്: അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. 10 സെന്റൻസുകളാണ് അതിലുള്ളത്. ആ 10 സെന്റൻസുകളും ശരിക്കും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് മറ്റൊരു കാര്യത്തെക്കുറിച്ചും അതിലില്ല. അള്ളാഹുവിനെ കുറിച്ചുള്ള വിശദീകരണമാണ് ആ 10 ആയത്തുകളിലും കാണാൻ സാധിക്കുന്നത്. ആ ആയത്തിന്റെ തുടക്കം എങ്ങനെയാണ്? അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അള്ളാഹു ആരാണ് എന്നതിന്റെ വിശദീകരണമാണ് ബാക്കിയുള്ള ആയത്തുകളൊക്കെ. ബാക്കിയുള്ള വാചകങ്ങളൊക്കെ അള്ളാഹു ആരാണ് എന്നതിന്റെ വിശദീകരണമാണ്. മാത്രമല്ല, പണ്ഡിതന്മാരിൽ ചില ആളുകൾ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് വ്യക്തമായ 5 നാമങ്ങൾ, അവന്റെ മഹത്തരമായ 5 നാമങ്ങൾ ഈ സൂറത്തിലുണ്ട്. അല്ലാഹ്, അൽ ഹയ്യ്, അൽ ഖയ്യൂം, അതുപോലെ തന്നെ ആ ആയത്തിന്റെ അവസാനത്തിൽ അൽ അലിയുൽ അദീം. 5 നാമങ്ങൾ ഈ ആയത്തിലുണ്ട്. അതുപോലെ തന്നെ 20-ൽ ചില്ലാനം സിഫാത്തുകൾ, അള്ളാഹുവിനെ കുറിച്ചുള്ള വിശേഷണങ്ങൾ ഈ ആയത്തിൽ അടങ്ങിയിട്ടുണ്ട്. ആ ആയത്തുകൾ പരിശോധിക്കുന്നവർക്ക് അത് കാണാൻ സാധിക്കും. ഇന്ന് വീട്ടിൽ പോയി ആയത്തുൽ കുർസി പരിശോധിക്കുക, ഇക്കാര്യം നിങ്ങൾക്ക് അതിൽ കാണാൻ സാധിക്കും. മാത്രമല്ല, പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു 16ഓളം സ്ഥലങ്ങളിൽ, ചില സ്ഥലങ്ങളിൽ പ്രകടമായ രൂപത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള സൂചന അതിലുണ്ട്. ഉദാഹരണത്തിന് അള്ളാഹ്, അതല്ലെങ്കിൽ ഹുവ അവൻ, അതല്ലെങ്കിൽ ലാ യഊദുഹു
അവനെ പ്രയാസപ്പെടുത്തുന്നില്ല. ഇങ്ങനെ വ്യക്തമായ രൂപത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള സൂചനകൾ ഈ ആയത്തിലുണ്ട്. മാത്രമല്ല അതല്ലാതെ തന്നെ അറബിയിൽ പറയാറുണ്ട് ബമീറായിക്കൊണ്ട്, പ്രോനൗണായിക്കൊണ്ട് ആയത്തുകൾക്കിടയിൽ സൂചനകളുടെ രൂപത്തിൽ ഇങ്ങനെ രണ്ട് രൂപത്തിലായി 16ഓളം സ്ഥലങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് 10 സെന്റൻസുകളിൽ 16 സ്ഥലങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള പരാമർശം ആവർത്തിച്ച് ഈ ആയത്തുകളിൽ വന്നിട്ടുണ്ട്. ഈ ആയത്തുകൾ ആയത്തുൽ കുർസി അതിന്റെ വിശദീകരണത്തിന് മാത്രമായി ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാഹു തആല അദ്ദേഹം ആയത്തുൽ കുർസിയുടെ വിശദീകരണമായി എഴുതിയ തഫ്സീർ ആയത്തുൽ കുർസി എന്ന ചെറിയ കിതാബ്. ആ കിതാബിൽ അത് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ നിന്ന് എടുത്തു മാറ്റിയ ഒരു ഭാഗമാണ്. അതിൽ അദ്ദേഹം ഈ ആയത്തിൽ നിന്ന്, ആയത്തുൽ കുർസിയിൽ നിന്ന് 40ലധികം പാഠങ്ങൾ ഈ ഒരൊറ്റ ആയത്തിൽ നിന്ന് മാത്രമായി അദ്ദേഹം അതിൽ വിശദീകരിച്ചിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, ഈ ആയത്തിന്റെ മഹാത്മ്യം, അതിന്റെ ഗാംഭീര്യം, അതിന്റെ ഗൗരവം ഇവിടെയൊന്നും അവസാനിക്കുന്നില്ല. അത്രമാത്രം അള്ളാഹു ഒരു ആയത്ത്, അത് ഖുർആനിലെ ഏറ്റവും മഹത്തരമായ ആയത്താണ് എന്ന് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ വലിയ കാര്യങ്ങളുണ്ടായിരിക്കും. സൂറത്തുൽ ഫാത്തിഹയിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ ആ കാര്യം ആയത്തുൽ കുർസിയുടെ കാര്യത്തിലും നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ആയത്തുൽ കുർസിന് പിശാചുബാധയേറ്റ ആളുകൾ അവരുടെ മേൽ ആയത്തുൽ കുർസി പാരായണം ചെയ്യുക എന്നത് വലിയ സ്വാധീനം ഉണ്ടാക്കുന്നതായി അത് ചെയ്യുന്ന ആളുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പിശാചു ബാധിക്കുന്ന ആളുകൾ, അതല്ലെങ്കിൽ അപസ്മാരം ബാധിച്ച ആളുകൾ, അതല്ലെങ്കിൽ മനപ്രയാസമുള്ള ആളുകൾ, ഇവർക്കൊക്കെ ആയത്തുൽ കുർസിയുടെ പാരായണം വലിയ രൂപത്തിൽ മാറ്റം ഉണ്ടാക്കുന്നതായ അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല ചില പണ്ഡിതന്മാരും അപ്രകാരം പറഞ്ഞതായി കാണാൻ കഴിയും. വല്ലാഹു സുബ്ഹാനഹു വ തആല അഅലമു ബിസ്സവാബ് വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.